പോലീസ് സമരക്കാരെ അന്യായമായ തടങ്കലിൽ വെച്ചു. കേസെടുക്കാൻ മാത്രമുള്ള ആക്രമണം ഹർത്താലിൽ നടന്നിട്ടില്ല എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് MP ആയ കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലെ അതായത് ഏപ്രിൽ 28 നിതിൻ രാജിന് നീതി ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ഹർത്താൽ നടത്തിയിരുന്നു. ആ ഹർത്താലിൽ വളരെ വേദനിപ്പിക്കുന്ന പല വേദനാജനകമായിട്ടുള്ള ഒരു സംഭവങ്ങളാണ് അരങ്ങേറിയത്. ഒരു ക്യാൻസർ പേഷ്യന്റിന് ചികിത്സ നിഷേധിക്കുക വരെ ചെയ്തു. ആര്? ഈ ഹർത്താൽ സമരാനുകൂലികൾ. നമുക്ക് ആ വിഷ്വൽസിലേക്ക് കടക്കാം, വീഡിയോയിലേക്ക്. കണ്ടല്ലോ, എത്രയും വേദനാജനകമായിട്ടുള്ള ഒരു വാർത്തയാണിത്. കാരണം ക്യാൻസർ പേഷ്യന്റ് ആണ്, ചികിത്സ വേണം, അതുകൊണ്ട് പോകണമെന്ന് അഭ്യർത്ഥിച്ചിട്ടും അദ്ദേഹത്തിന്റെ ഭാര്യ കരഞ്ഞഭ്യർത്ഥിച്ചിട്ടും അത് കേട്ടില്ല, അത് ചെവിക്കൊണ്ടില്ല. ആര്? സമരാനുകൂലികൾ. അവർ പറയുന്ന ന്യായം 10 ദിവസം മുൻപ് തന്നെ ഇത് പ്രഖ്യാപിച്ച ഹർത്താലാണല്ലോ. പിന്നെ നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ഇന്ന് തന്നെ ക്യാൻസർ പേഷ്യന്റ് ആയ നിങ്ങൾക്ക് ചികിത്സ വേണമെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞതെന്നാണ് അവരോട് ചോദിക്കുന്നത്. സത്യത്തിൽ എന്തൊരു വിരോധാഭാസമാണ്. നിതിൻ രാജു എന്നൊരു കുട്ടി ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്തത്? ഡോക്ടർ റാമിന്റെയും സംഗീത നമ്പ്യാരിന്റെയും നിരന്തരമായിട്ടുള്ള മാനസിക പീഡനം കൊണ്ടും ലോൺ ആപ്പിന്റെ ഭീഷണി കൊണ്ടൊക്കെയാണ് നിതിൻ രാജ് ആത്മഹത്യ ചെയ്തത്. എങ്ങനെ? അവൻ പഠിക്കുന്ന കോളേജിലെ കെട്ടിടത്തിൽ നിന്ന് ചാടിയിട്ടാണ് അവൻ ആത്മഹത്യ ചെയ്തത്. സത്യത്തിൽ നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി ലഭിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അത് നമുക്ക് എല്ലാവർക്കും, അതായത് കേരള ജനത മൊത്തം നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടി അങ്ങേയറ്റം പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ഈ ഒരു ഹർത്താൽ നടന്നു തന്നെ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഹർത്താലിന് മുൻപ് തന്നെ നിതിൻ രാജിന്റെ അച്ഛനായ രാജൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനങ്ങളെ വലപ്പിച്ചുകൊണ്ടുള്ള, അതായത് ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു ഹർത്താൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ജനങ്ങളുടെ ജീവിതത്തെ സ്തംഭിപ്പിക്കാതെ ഈ ഒരു ഹർത്താൽ നടക്കട്ടെ എന്നാണ് നിതിൻ രാജിന്റെ അച്ഛനായ രാജൻ പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന്റെ ആ വാക്കുകളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ സമരാനുകൂലികൾ ഹർത്താൽ നടത്തിയത്. ഇതൊരൊറ്റപ്പെട്ട സംഭവം മാത്രമല്ല. ക്യാൻസർ രോഗി എന്ന് പറയുന്നത് നമുക്കറിയാം, രോഗം മൂർച്ഛിച്ചാലുള്ള അവസ്ഥ എന്താണെന്ന് അറിയാം. കാരണം ഓരോ മെഡിസിനും ഓരോ സമയത്ത് കൊടുക്കാനുള്ളതാണ്, അത് കഴിക്കാനുള്ളതാണ്. അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അത് കഴിക്കുന്നവർക്കേ മനസ്സിലാവുകയുള്ളൂ. അതായത് ക്യാൻസർ പേഷ്യന്റ് ട്രീറ്റ്മെന്റ് ഇവിടെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു നീതി നിഷേധം തന്നെയാണ്. കൊടിക്കുന്നിൽ സുരേഷ്, അത് നിങ്ങൾക്കൊക്കെ ഇനി എപ്പോഴാ മനസ്സിലാവണേന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല എന്ന് തന്നെയാണ് പറയാൻ പറ്റുകയുള്ളൂ. കാരണം ഇത് എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഇതൊരു വലിയൊരു തെറ്റ് തന്നെയാണ്. നമുക്ക് ഏറ്റവും നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്ന് പിടിച്ചു മാറ്റാനോ, അതായത് സമരാനുകൂലികളെ പിടിച്ചു മാറ്റാനോ, അവരോട് ക്യാൻസർ പേഷ്യന്റ് പോകണമെന്ന് പറയാനോ അവിടെ പോലീസുകാർ മുതിർന്നില്ല. പകരം ക്യാൻസർ പേഷ്യന്റിനെ അനുനയിപ്പിച്ച് തിരിച്ചു വിടുകയാണ് ചെയ്തത്. ക്യാൻസർ പേഷ്യന്റ് ആണ്, അദ്ദേഹത്തിന് ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ അദ്ദേഹത്തിന് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കപ്പെട്ടിട്ടില്ല. ഇത് ഒരു നീതി നിഷേധം തന്നെയാണ്. അത് നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിന് മറ്റെന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടോ എന്ന് കണ്ടു തന്നെ അറിയണം. ഇനി രണ്ടാമത്, ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു കുടുംബം പോവുകയാണ്. കാരണം ഒരാൾ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ആ അഡ്മിറ്റ് ആയ അവരെ കാണാൻ വേണ്ടിയിട്ട് അവര് വീട്ടുകാർ പോവുകയാണ്. കാരണം ഓപ്പറേഷൻ ആണ് എന്ന് പറഞ്ഞപ്പോൾ ഈ സമരാനുകൂലികൾ ചോദിക്കുകയാണ്, എന്താ തെളിവ്? പേപ്പർ ഒന്ന് കാണട്ടെ. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? കാരണം എത്ര ഹർത്താൽ ആയാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഇവിടെ അധികാരമില്ലേ? കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് പോലും ഇത്ര വലിയ കുറ്റമാണോ? 10 ദിവസം മുമ്പ് പ്രഖ്യാപിച്ചതായിട്ടുള്ള ഈ ഹർത്താലില് ആ ദിവസം നമുക്ക് എന്തൊരു അസ്വസ്ഥതകൾ, ശാരീരിക അസ്വസ്ഥതകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറിനെ കാണാനുള്ള അവകാശമില്ലേ? അതാണോ ഇതിലൂടെ മുന്നോട്ട് വെക്കുന്ന ആശയം? നിങ്ങൾ എന്തിനാണ് ഹർത്താൽ നടത്തിയത്? നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ രോഗികളെ തടയുന്നത് ഡോക്ടർ റാം ചെയ്തത് വെച്ചിട്ട് യാതൊരു വ്യത്യാസവുമില്ല. കാരണം ഡോക്ടർ റാം എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ മറുവശത്തിരുന്ന് കാട്ടിക്കൂട്ടുന്നതെല്ലാം. നമുക്ക് ആ ഒരു വീഡിയോയും കണ്ടിട്ട് വരാം. വീഡിയോയിലേക്ക്. നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് എന്നാൽ ഹോസ്പിറ്റലിൽ പോകണം കേസുണ്ടെങ്കിൽ അത് ജനുവിൻ ആയി വിടും. വീട്ടുകാരെല്ലാം കൂടെ അവിടെ നിന്ന് പോകേണ്ട കാര്യമില്ല. നാളെ ഒന്ന് പോയാൽ മതി. അവിടെ നോക്കാൻ ഡോക്ടറിനെ വിളിച്ചോട്ടെ. അല്ല ചുമ്മാ നമുക്ക് പറയുന്നത്.
നിങ്ങൾ ജനുവിനായിട്ടുള്ള ഹോസ്പിറ്റൽ കേസ് ഉണ്ടെങ്കിൽ നിങ്ങളെ വിടും. അങ്ങനെ നൂറുകണക്കിന് ആൾക്കാരെ വിടത്തില്ല. നിങ്ങൾ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലോട്ട് ചെല്ലേണ്ട കാര്യമൊന്നുമില്ല. ഹർത്താലെന്ന് എല്ലാവരും അറിഞ്ഞില്ലേ? അവിടെ ഡോക്ടർ നഴ്സും ഉണ്ട്. അവർ ഓപ്പറേഷൻ ആണ്. അവിടുത്തെ റെക്കോർഡ് വാട്സപ്പിലേക്ക് ആ റെക്കോർഡ് 23 കാണിക്കുന്നത്. ആ റെക്കോർഡ് കുറച്ച് വിടത്തില്ല. കണ്ടല്ലോ. ഇനി ബസ് തടഞ്ഞ ഒരു വാർത്തയും കൂടി നമ്മൾ കേട്ടിരുന്നു. കാരണം ഈ ഹർത്താലിന് മുമ്പ് തലേ ദിവസമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാഹനങ്ങൾ തടയരുത് എന്ന്, പ്രത്യേകിച്ച് ബസ്സുകൾ തടയരുത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിട്ടും ഈ സമരാനുകൂലികൾ ബസ് തടയുകയും ചെയ്തു. തടയുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലത്തങ്ങ് കിടന്നു, ടയറിന്റെ അവിടെ നടുക്കങ്ങ് കിടന്നിട്ടാണ് ഇവര് സമരം ചെയ്തിരിക്കുന്നത്. ഇത്രയും മാത്രം ജനങ്ങളെ വലപ്പിക്കാനുള്ള എന്ത് വിരോധാഭാസമാണ് ഈ കാട്ടിക്കൂട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമരാനുകൂലികൾക്ക് തന്നെ വലിയ ധാരണയൊന്നുമില്ല. കാരണം നീതി നിഷേധിക്കപ്പെട്ടവന് നീതി ലഭിക്കാനുള്ള ഒരു പോരാട്ടമായിരുന്നു ഈ ഒരു ഹർത്താലിന്റെ ഉദ്ദേശമെങ്കിൽ അവർ രോഗികളെയെങ്കിലും വെറുതെ വിടണമായിരുന്നു. ഇവിടെ രോഗികൾക്കാണ് ഇവിടെ നീതി നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്. എന്ത് തന്നെയാണെങ്കിലും പോലീസുകാര് ഇതിനെതിരെ കേസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കണ്ണടച്ചു നിന്നപ്പോൾ നീതിപീഠം, ഹൈക്കോടതി സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു കാഴ്ചയും കൂടി നമുക്ക് കണ്ടിട്ട് വരാം. അവര് നടന്നുകൊണ്ട് ഞാനും നമ്മളെ പിള്ളേർ വെച്ചാ കേട്ടോ. നമ്മൾ കാണിക്കുന്നത് എന്താ? താന് ഞങ്ങളുടെ അടുത്ത് പോണത്, താന് ഞങ്ങളുടെ അടുത്ത് പോണത്, താന് ഏത് വണ്ടി ഉണ്ടാക്കണോ? ഒരു വണ്ടി ഉണ്ടാക്കണത് താൻ വിളിച്ചോ, താൻ പോലീസിൽ വിളിച്ചതേ. സാറേ ഒരു കാര്യമുണ്ട്, ഹർത്താലിന് വണ്ടി പിടിച്ചു നിർത്താൻ വേണ്ടി ഇറങ്ങിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വണ്ടി കൊണ്ട് ഇറങ്ങി നടന്നു പോയിട്ട് നടന്നു പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് വണ്ടി പിടിച്ചു നോക്കിക്കോ. അത് വേറെ വണ്ടി എന്നാ അത് വണ്ടിയിലാണ് ഓടിക്കുന്നത്. നടന്നു പോയിട്ട് പിടിച്ചു നോക്കിക്കോ, ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ അതിനെ ഉണ്ടാക്കിയാൽ നമ്മളെ വണ്ടി പിടിച്ചു വരണം. പക്ഷെ അല്ലാണ്ടല്ലോ നടക്കൂലാണ് പരിപാടി. എനിക്കൊക്കെ വണ്ടിക്കുണ്ടാകാം. എന്താണ് ആ വണ്ടി അക്കോപ്പിക്കുന്നോട് വണ്ടിക്കൊണ്ടാ ഹർത്താല്, അതായത് നിതിൻ രാജിന്റെ ഫ്ലെക്സ് വെച്ചിട്ട് വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഒരു ബൈക്ക് യാത്രികൻ ഉണ്ടായിരുന്നു. ആ ബൈക്ക് യാത്രികൻ മറ്റുള്ള ആളുകളുടെയൊക്കെ തടഞ്ഞു നിർത്തി. പക്ഷേ ഒരു മനുഷ്യൻ മാത്രം ചോദ്യം ചെയ്തു. എന്താണെന്നറിയോ? ബാക്കിയുള്ള ആളുകളുടെ എല്ലാം തടഞ്ഞു നിർത്തിയപ്പോൾ, യാത്ര മുടക്കി കഴിഞ്ഞപ്പോൾ താൻ എന്തിനാണ് ബൈക്കിൽ ഫ്ലെക്സും വെച്ച് കൊണ്ടുപോകുന്നതെന്ന് ഒരാളെ ചോദിക്കാനുണ്ടായുള്ളൂ. ആ ഒരാളുടെ കൂടെ പോലും പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയ ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമരാനുകൂലികൾ ഹർത്താൽ നടത്തുമ്പോൾ അവരെന്തിനാണ് നിതിൻ രാജിന്റെ ഫ്ലെക്സ് വെച്ചിട്ട് ഉലകം ചുറ്റാനായിട്ട് നടക്കുന്നത്? അവരും നടന്നു തന്നെ സമരം ചെയ്യണമായിരുന്നു, തടയണമായിരുന്നു. അല്ല ബൈക്കിൽ കയറിയിട്ടല്ല വഴി തടയേണ്ടതും വഴിയാത്രക്കാരെ തടയേണ്ടതും. ശരിക്കും അല്ല ചോദിച്ചത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ആ ഒരു ചോദ്യം ചോദിച്ചവന്റെ കൂടെ പോലും നിൽക്കാനായിട്ട് അവിടെയുള്ള ആളുകൾ ഉണ്ടായില്ല. ഇതാണ് നമ്മുടെ നാടിന്റെ ശാപം. പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഞാൻ അന്നും പറയുന്നു, ഇന്നും പറയുന്നു. കാരണം നിതിൻ രാജിന്റെ മരണത്തിന് ശേഷമാണ് ആ ഒരു കോളേജിൽ നടക്കുന്ന ഇത്തരം ബോഡി ഷെയ്മിങ്ങും, അതായത് സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും ജോലിയുടെ പേരിലുള്ള അധിക്ഷേപവും, നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപം, ജാതിയുടെ അധിക്ഷേപം എല്ലാം കുട്ടികൾ വലിയ രീതിയിൽ നേരിടുന്നുണ്ടെന്ന് പുറം ലോകം വ്യക്തമാകുന്നത് അല്ലെങ്കിൽ അറിയുന്നത്. ശരിക്കും ഒരാളുടെ മരണത്തിന് ശേഷം മാത്രമാണോ അനീതികൾ പുറത്താകുള്ളൂ? കാരണം ആ ഒരു സമയത്ത് ഇതെല്ലാം അനുഭവിച്ചിരുന്ന പല കുട്ടികളും ഉണ്ടായിരുന്നു. ആ കുട്ടികളൊക്കെ ഇപ്പൊ മാധ്യമത്തിന് മുന്നിൽ വന്ന് സംസാരിക്കുന്നത് എന്നെ അങ്ങനെയാണ്, എന്നെ ഇങ്ങനെയാണ് വിളിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ഡോക്ടർ റാം അങ്ങനെയാണ് വിളിച്ചതെന്നൊക്കെ അഭിസംബോധന ചെയ്ത് പറയുമ്പോൾ ഇത്രയും നാൾ ഇവരെവിടെയായിരുന്നു? ഈ ഒരു കുട്ടി ഇത്രയും ആത്മഹത്യ ചെയ്യുന്ന വക്കീലെത്തി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണോ ഇവർക്ക് ഇതേപോലെ പ്രതികരണ ശേഷിയൊക്കെ പുറത്തു വരുള്ളൂ? അതുകൊണ്ട് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൽ തന്നെയാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസുകാരുൾപ്പെടെയുള്ളവർ ഇന്നലെ ഈ സമരാനുകൂലികൾക്ക്
ഒത്താശ ചെയ്തപ്പോൾ, അതായത് ക്യാൻസർ പേഷ്യന്റിനെ അടക്കം തിരിച്ചയപ്പെടുത്തിയപ്പോൾ ഇവിടെ നീതി ശരിക്കും നിഷേധിക്കപ്പെട്ടത് സമരാനുകൂലികൾക്കല്ല, രോഗികൾക്കാണ്. ക്യാൻസർ പേഷ്യന്റ് ഉൾപ്പെടെ അഡ്മിറ്റ് ആയ രോഗിയെ കാണാൻ പോകുന്ന വീട്ടുകാർ അടക്കമുള്ളവരുടെയാണ് നീതി ഇവിടെ നിഷേധിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഹൈക്കോടതി സമരാനുകൂലികൾക്ക് എതിരെ കേസെടുത്തത്, സ്വമേധയാ കേസെടുത്തത്. നീതിപീഠം കണ്ണു തുറന്നു.